ഹലോ, ദേ നമ്മുടെ നാടൻ റോസിൽ കുറച്ച് പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കണ്ടോ? 2-3 മൂടുണ്ട്. ഇതൊരു മൂട്, പിന്നെ അവിടെ ഒരു മൂട്, പിന്നെ അപ്പുറം ഒരു മൂട്. അങ്ങനെ കുറേ ഉണ്ട് എനിക്ക് നാടൻ റോസ്. എന്നാലും റെഡ് കളറിലുള്ളത് 3-4 മൂടുണ്ട്. അപ്പോൾ അതിനകത്ത് പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പൂവെല്ലാം ഇന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പൂ വെച്ചിട്ടാണ് നമ്മളിന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പൂവെല്ലാം നമ്മൾ കട്ട് ചെയ്യുവാണേ. പൂ കട്ട് ചെയ്ത് ഈ പൂ കൊഴിഞ്ഞ സ്ഥലത്തു നിന്ന് നമുക്ക് ഇങ്ങനെ കണ്ടാ ഒരില താഴെ വെച്ച് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ അവിടെ നിന്ന് പുതിയ കിളിർപ്പും വരും, പുതിയ പൂമൊട്ടും വരും. അപ്പം ഇത്രയും പൂക്കൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഇന്ന് ഈ പൂക്കൾ വെച്ചിട്ടാണ്. അപ്പോൾ അതേ നമ്മൾ റോസപ്പൂ കുറച്ച് കട്ട് ചെയ്തത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ സെക്കൻഡ് ഡേ ആയപ്പോൾ ബാക്കിയും കൂടെ വിരിഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണേ. നമുക്ക് മൊത്തം ഇത്രയും റോസപ്പൂ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യം ഈ റോസപ്പൂവിൻ്റെ പെറ്റൽസ് എല്ലാം ഇളക്കിയെടുക്കണം. അതിന് ശേഷമാണ്. അപ്പോൾ ഇത് ഇളക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ എല്ലാം പെറ്റൽ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിന് മുന്നേ കുറച്ച് റോസ് പൂവിൻ്റെ പെറ്റൽ ഇളക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ആ പെറ്റലും ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കുവാണ്. ആ ഡ്രൈ ആയ പെറ്റലും ഇട്ട് പിന്നെ ഫ്രഷ് പെറ്റൽസും ഇട്ട് കൊടുത്ത് ഈ ഒരു ഗ്ലാസ്സിന്, ഒരു വലിപ്പമുള്ള ഗ്ലാസ്സാണ്, ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളവും ഞാൻ ഈ റോസ് പെറ്റൽസിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം. അപ്പം നിങ്ങൾക്ക് കാര്യം ഏകദേശം ഏതാണ്ടൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും. ഇത് ഞാൻ റോസ് സിറപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ ആ റോസ് സിറപ്പ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ചിലപ്പം ഒറിജിനൽ ആയിരിക്കാൻ സാധ്യതയില്ല. അത് ആർട്ടിഫിഷ്യൽ കളറും റോസിൻ്റെ പിന്നെ എസൻസ് നമുക്ക് കിട്ടും. അതുമെല്ലാം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് ഒറിജിനൽ റോസ് സിറപ്പ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. വീട്ടിലാണെങ്കിൽ പോലും ചിലർ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള പെറ്റൽസ് ഇട്ട് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ റോസിൻ്റെ എസൻസ് കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. കറക്റ്റ് റോസിൻ്റെ പെറ്റൽസ് തന്നെ ഇട്ടിട്ട് അതിൻ്റെ ഫ്ലേവർ തന്നെ നമുക്കുള്ളൂ. നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവറും കൊടുക്കുന്നില്ല, കളറും കൊടുക്കുന്നില്ല. കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ പീസ് ഇട്ടേക്കുന്നത്. അതിലേക്ക് ഈ ഒരു തവിക്ക് ഞാൻ 3 തവി പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കും. നല്ലോണം കുറുക്കിയെടുക്കും. അപ്പം നമുക്ക് നാച്ചുറൽ റോസ് സിറപ്പ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിനകത്ത് പിന്നെ ഒന്നും തന്നെ പ്രിസർവേറ്റീവ്സും ഒന്നും തന്നെ ചേർക്കാതാണിത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കിതിനകത്ത് ഏലക്കാപ്പൊടി ചേർക്കാം. പക്ഷേ ഞാൻ ചേർക്കാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഏലക്കാപ്പൊടി ചേർത്താൽ നമുക്ക് റോസ് സിറപ്പാണ് വേണ്ടത്, റോസിൻ്റെ ഫ്ലേവറാണ് വേണ്ടത്. അപ്പോൾ രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറായി പോവും. അതുകൊണ്ടാണ്. അപ്പോൾ അതേ നമ്മുടെ റോസ് സിറപ്പിനുള്ള സംഭവം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
തിളച്ചൊന്ന് കുറുകി വരണം. നമ്മൾ ഈ പഞ്ചസാര ചേർത്തത് ഒന്നും, പഞ്ചസാര ഇപ്പം മെൽറ്റായിട്ടുണ്ട്, എന്നാലും ഒന്ന് കുറുകി വരണം. അപ്പോൾ അതേ നമ്മുടെ റോസ് സിറപ്പിനുള്ള സംഭവം ഏതാണ്ടൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ റോസ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കിത് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനത് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആവി പറക്കുന്നതുണ്ടോ, ചൂടാറണം. സ്റ്റീലിൻ്റെ ഒരു കണ്ടെയ്നറിനകത്തൊരു പാത്രത്തിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇത് പിന്നെ ഇതിൻ്റെ കളറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വ്യക്തമാകത്തില്ല. ഇത് തണുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ജാറിൽ ഒഴിച്ച് കാണിച്ചു തരാവേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കളറ്. അപ്പോൾ ഇത് സ്റ്റീൽ പാത്രത്തിൽ അരിച്ചൊഴിച്ച് വെച്ചിരുന്ന റോസ് സിറപ്പ് തണുത്തിട്ടുണ്ട്. അതിന് ഞാൻ അതിൻ്റെ കളറ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ജാറിലോട്ട് ഒഴിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല റെഡ് കളറോ അല്ലെങ്കിൽ ആ പൂവിൻ്റെ ഒരു മജന്ത ഷെയ്ഡൊന്നും അല്ല വന്നേക്കുന്നത്, വേറൊരു കളറാണ്. കാരണം അതങ്ങനെയാണ്, റോസ് പെറ്റിൽ തിളച്ച് കഴിയുമ്പോൾ കളറ് മാറും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ബീട്രൂട്ട് ഇട്ട് കൊടുത്തിരുന്നു. ഇത് കണ്ടോ, ഈ ഒരു കളറാണ്. ഞാനിത് പാലുമായിട്ട് മിക്സ് ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ അതെ, ഞാൻ ഗ്ലാസ് ജാറിൽ ഒഴിച്ച് വെച്ചിരുന്ന റോസ് സിറപ്പിനെ ഈ 2 ഗ്ലാസ്സിലോട്ട് പകർത്തുവാണേ. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കുതിർത്ത നമ്മുടെ കസുകസില്ലേ, സർബത്തിലൊക്കെ ഇടുന്ന കസുകസ് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ പൊടിച്ച കാഷ്യൂ നട്ടൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഈ സിറപ്പ് മാത്രമേ ഇപ്പം ഞാൻ റെഡിയാക്കിയതുള്ളൂ. അത് നമുക്ക് ഇത് കണ്ടോ, ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് തണുത്ത പാല് ഒഴിച്ചിട്ട് നല്ല മിക്സ് ആക്കണം. അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. പ്രിസർവേറ്റീവോ കളറോ ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഒന്നും ചേർക്കാതെ തനി റോസ് മിൽക്ക്, നമ്മുടെ വീട്ടിലത്തെ തന്നെ റോസ് കൊണ്ടുണ്ടാക്കിയ റോസ് സിറപ്പ്. അപ്പോൾ ഞാനിത് ആച്ചുവിന് കൊടുക്കുവാണേ. ആച്ചു കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാവാ, നല്ലതാണോ? അപ്പോൾ താങ്ക് യു. ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസ് സിറപ്പിൻ്റെ വീഡിയോ.